ഹലോ. അപ്പോൾ IDT-യുടെ അമെൻമെൻറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് ആയിരുന്നു DT-യുടെ അമെൻമെൻറ്റ് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പം ബൈ ഇൻ ലാർജ് നമുക്ക് ഏകദേശം എല്ലാതും കവർ ചെയ്യുന്ന DT-യിൽ എല്ലാതും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അമെൻമെൻറ്റ് വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിൽ സെറ്റ് 100% ഇറ്റ് സെൽഫ്. ആൻഡ് നമ്മൾ 2 പാർട്ടായിട്ട് അത് ചെയ്യുന്നത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ആൻഡ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്നില്ല, കാരണം അത്യാവശ്യം ലെങ്തി ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. IDT പോലെയല്ല. DT ഞാൻ എപ്പോഴും പറയുന്ന പോലെ DT ഒരു സാഗരമാണ്. സോ ഇതും നമുക്കൊരു എന്താ പറയുക 2 പാർട്ടായിട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അപ് ടു ക്യാപിറ്റൽ ഗെയിൻ ഇത് നമ്മൾ IDT-യിൽ ചെയ്ത പോലെ തന്നെ ഹെഡ് വൈസ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരെയുള്ള അമെൻമെൻറ്റ്സ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് 100% വിത്ത് 100% പറ്റുന്ന രീതിയിൽ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ബിഗ് അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് അമെൻമെൻറ്റ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഉണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് അമെൻമെൻറ്റ്സ് ഉണ്ട്. അപ്പം ആ ഏരിയ വരുമ്പോൾ എന്തായാലും ഞാൻ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറയും. അപ്പോൾ അത് നോട്ട് ചെയ്തുകൊണ്ട്. ആൻഡ് നിങ്ങളുടെ സ്റ്റഡീസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേ പേസിൽ തന്നെ പോവുക. ആൻഡ് കുറച്ചും കൂടി ടൈമൊക്കെ കൂട്ടി, കുറച്ചും കൂടി ടോപ്പിക്സ് ഒക്കെ കൂട്ടി, ഒന്നും കൂടി നല്ല സ്ട്രെസ് ചെയ്തിരുന്ന് ഇപ്രാവശ്യം എന്തായാലും നിങ്ങളുടെ അറ്റംപ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ നിങ്ങളുടെ പഠിക്കുക. നിങ്ങളുടെ അറ്റംപ്റ്റ് തന്നെ ആയിരിക്കും അത്. ഓക്കെ, ഇഫ് യുവർ എഫേർട്ട് ആർ ജനറലി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങളുടെ എഫേർട്ട് ജെന്യൂൻ ആണ്, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ആൻഡ് നോട്ട് മച്ച് ഹാർഡ് വർക്ക് മാത്രമല്ല, യു ഓൾസോ നീഡ് സം സ്മാർട്ട് വർക്ക് ഓൾസോ. ഓക്കെ, സോ എനിവേ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു പൂജ മാമിൻ്റെ മെറ്റീരിയലാണ്. ആൻഡ് താങ്ക്സ് ടു പൂജ മാം ഫോർ ദിസ് അമെൻമെൻറ്റ്, സൂപ്പർ അമെൻമെൻറ്റ് PDF. ഈ അമെൻമെൻറ്റ് PDF ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു PDF കൂടി ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാസ്റ്റർ മൈൻഡ്സിൻ്റെ PDF ആണ്. ആൻഡ് താങ്ക്സ് ടു മാസ്റ്റർ മൈൻഡ്സ് ഓൾസോ ഫോർ ദിസ് അമേസിങ് PDF ഫോർ ദി അമെൻമെൻറ്റ്സ്. ഓക്കെ, പക്ക നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ സൈമിൾട്ടേനിയസ്ലി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുക. രണ്ടിലും ഞാൻ കാര്യങ്ങൾ മീൻസ് ചിലത് ഞാൻ ഒന്നിൽ പറയും, ചിലത് ഒന്നിൽ പറയും, അങ്ങനെ ആ ഒരു മിക്സ് ആയിട്ടേക്കാണ് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ ബോത്ത് CA ഇന്റർ സ്റ്റുഡൻസ് ആൻഡ് CMA ഇന്റർ സ്റ്റുഡൻസ് ഫോർ ദി അപ്കമിങ് May 24 അല്ലെങ്കിൽ June 24 എക്സാമിനേഷൻ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദി ടാക്സ് റേറ്റ്സ്. ഓക്കെടാ. ഓക്കെ, ടാക്സ് റേറ്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഓരോ ഏരിയ നോക്കി നോക്കാം. അപ്പോൾ ടാക്സ് റേറ്റ്സ് ഇവിടെ ടാക്സ് റേറ്റ്സിൽ ഒരു അമെൻമെൻറ്റ്, ഇവിടെ ഡിഫോൾട്ട് ടാക്സ് റെജീം എന്ന് ഇപ്പോൾ പറയുന്നത്. ദാറ്റ് മീൻസ് 115 BAC ഇപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റെജീം എന്നാണ് പറയുന്നത്. ഡിഫോൾട്ട് ടാക്സ് റെജീം. ഓക്കെ, അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റ് അമെൻമെൻറ്റ് എന്നാണ്. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ടാക്സ് റെജീം ഏതാ? 115 BAC ആണ്. ആൻഡ് വി ക്യാൻ ഓപ്റ്റ് ഔട്ട് ഫ്രം ദാറ്റ്. 115 BAC ഓപ്റ്റ് ചെയ്തിട്ട് റെഗുലർ പ്രൊവിഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വരാം. ഇനി അതിൻ്റെ ടാക്സ് സ്ലാബ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ ടോപ്പിക്ക്, ഞാനിപ്പോൾ പറയുന്ന ടോപ്പിക്ക് 115 BACയും അതിൻ്റെ റെഗുലർ പ്രൊവിഷൻസും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് ടാക്സ് കമ്പ്യൂട്ടേഷൻ. ടോട്ടൽ കമ്പ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ വരാത്തൊരു എക്സാം ഇല്ല. സോ ഡെഫിനറ്റ്ലി ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ വരും. സോ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ഏത് പ്രൊവിഷനിലാണ് ചെയ്യാൻ പറയുന്നത് നോക്കുക. ദാറ്റ് മീൻസ് സ്പെസിഫിക്കലി 115 BACയിലാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ യു ഷുഡ് ഓൺലി ഡു ദാറ്റ്. അത് മാത്രം ചെയ്താൽ മതി. അതല്ല, ടാക്സ് ലയബിലിറ്റി കണ്ടെത്താൻ ജനറൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടാക്സ് ലയബിലിറ്റി കണ്ടെത്തൂ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഷുഡ് ഡു ബോത്ത് ദി പ്രൊവിഷൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിച്ച് ഈസ് ബെനിഫിറ്റ് ടു ദി ക്ലയൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ പ്രസൻറ്റേഷൻ. അപ്പോൾ രണ്ടിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണോ ബെനിഫിറ്റ് വരുന്നത് അതായിരിക്കണം നിങ്ങളുടെ, മീൻസ് ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദി പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടാക്സ് സ്ലാബ് റേറ്റ്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് പ്രൊവിഷൻ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ അപ് ടു 3 lakh ആണെങ്കിൽ, നമ്മൾ 115 BACയിലാണെങ്കിൽ 3 lakh വരെ നില്ലാണ്. 3 lakh കഴിഞ്ഞ് അതുവരെ 6 lakh വരെ 5% ആണ്, 6 to 9 10% ആണ്, 9 to 12 15% ആണ്. ആൻഡ് അബവ് ദാറ്റ് മീൻസ് 12 to 15 20% ആണ്. ആൻഡ് അബവ് 15 lakh എന്താണ് 30% ആണ്. സോ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 1-2 തവണ നോക്കിയാൽ തന്നെ യു വിൽ ഗെറ്റ് ദിസ് ഗ്രിപ്പ് ഓൺ ദിസ് സ്ലാബ് റേറ്റ്. ആൻഡ് റെഗുലർ പ്രൊവിഷനിൽ നോർമൽ നമ്മൾ 250 to 5 lakh, 5 lakh to 10 ആൻഡ് അബൌട്ട് 10 lakh. ഓക്കെ, ഇനി മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 115 BACക്ക് ഒറ്റൊരു സ്ലാബ് റേറ്റേ ഉള്ളൂ. ദാറ്റ് മീൻസ് അവിടെ ഏജ് വൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നുള്ള ടൈപ്പ് ഓഫ് എന്തില്ല, ഈ ടാക്സ് സ്ലാബ് റേറ്റ്സ് ഇല്ല. ഒറ്റൊരു ടാക്സ് സ്ലാബ് റേറ്റേ ഉള്ളൂ. ഓക്കെ, ദെൻ
നമ്മളെ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 3 ലാഖിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 to 5, 5 to 10 ആൻഡ് 10 ഇൻ റെഗുലർ പ്രൊവിഷൻസിലെ. അതേപോലെ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ up to 5 is accept and 5 to 10 and above 10. ഓക്കെ. പിന്നെ അതർ പേഴ്സൺസിൻ്റെ കാര്യം പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയാണ് റെഗുലറും അതുപോലെ അവരുടെ ഓപ്ഷണൽ പ്രൊവിഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ up to 10,000 10% ആണ്. 10,000 കഴിഞ്ഞ് 20,000 വരെ 20% ആണ്. ആൻഡ് അബവ് 20,000 വരെയാണെങ്കിൽ 30% ആണ്. ആൻഡ് ഓപ്ഷണൽ പ്രൊവിഷൻ വരികയാണെങ്കിൽ കൺസെഷണൽ റേറ്റ്, ദാറ്റ് മീൻസ് നമ്മളെ 115 BAC പോലെ ഇവർക്ക് 115 BAE ആണ്. അവിടെ ഒരു അമെൻമെന്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി റെസിഡന്റ് ഇന്ത്യ സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ഓണർ ആഫ്റ്റർ 1/4/2023 ആണ്. 1/4/2023 ശേഷം സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്ക് ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റും. എത്ര പെർസെൻറ്റേജ്? 15%. ഓക്കെ. ആൻഡ് കമൻസസ് കമൻസ് മീൻസ് ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡും ആയിരിക്കണം ആൻഡ് കമൻസും ചെയ്തിരിക്കണം. മനസ്സിലായ? സ്റ്റാർട്ട് ചെയ്തിരിക്കണം മാനുഫാക്ചറിങ് ബിഫോർ 31/3/2024. ഫിനാൻഷ്യൽ ഇയർ എൻ്റെ മീൻസ് ആ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് MCQയിൽ വരാട്ടോ. ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോലെ, രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, ആൻഡ് കമൻസും ചെയ്യണം. മാനുഫാക്ചറിങ് തുടങ്ങും വേണം. അങ്ങനെയാണെങ്കിൽ 115 BAE എടുത്തിട്ട് 15% കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആ കൺസെഷണൽ ടാക്സ് റെജീം എടുക്കാം. അതേപോലെ 115 BAD ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് ഏത് അതർ റെസിഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതല്ലാതെ മേലെ പറഞ്ഞ കാറ്റഗറി അല്ലാതെ വരുന്നവർക്ക് 22%. ദെൻ ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സേഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല, അതൊക്കെ നമ്മളെ ഫൈനലിൽ പഠിക്കാണ്ടാവും. എന്നിരുന്നാലും ഇതൊരു ചെറിയ അമെൻമെന്റ് ഉണ്ട്. അമെൻമെന്റ് ജനറലി എല്ലാ കൊല്ലം വരുന്ന അമെൻമെന്റ് ആണ്. വേർ ദി ടോട്ടൽ ടേൺ ഓവർ ഗ്രോസ് റിസീറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് 21-22 400 കോടി എക്സീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു വിൽ റെഗുലർലി 25% ആണ് ടാക്സ് റേറ്റ്, ഫിക്സഡ് റേറ്റ് ആണ്. അതർ ഡൊമസ്റ്റിക് കമ്പനി ദാറ്റ് മീൻസ് 400 കോടി എക്സീഡ് ചെയ്ത കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30% ആണ് എന്ത് നമ്മുടെ ടാക്സ് റേറ്റ്. ഓക്കെ. ജനറലി എല്ലാ വർഷവും എന്ന അമെൻമെന്റ് ആണ്. എല്ലാ വർഷവും ഇയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദെൻ 115 BAB ദാറ്റ് മീൻസ് ഡൊമസ്റ്റിക് കമ്പനിക്ക് ഓപ്ഷണൽ കൺസെഷണൽ റെജീം വരുന്നത്. ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനി സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ഓണർ ആഫ്റ്റർ 1/10/2019 ആൻഡ് കമൻസസ് മാനുഫാക്ചറിംഗ് ഓഫ് ആർട്ടിക്കിൾ ഓർ 31/3/2024. ഇവിടെ ഡേറ്റ് ശ്രദ്ധിക്കണേ. സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് എന്നാണ് 1/10/2019 ആണ്. മാനുഫാക്ചറിങ് അന്ന് സെറ്റപ്പ് ചെയ്താൽ മാത്രം പോരാ. 31/3/2024 ദാറ്റ് മീൻസ് ദിസ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അത് സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 15% ടാക്സ് റേറ്റ്. അതല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ 22% 115 BAA. ദാറ്റ് മീൻസ് ദീസ് പ്രൊവിഷൻസ് ആർ, ഈ പറഞ്ഞ പ്രൊവിഷൻസ് ഒക്കെ നമ്മളെ MCQ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി വരാൻ ചാൻസ് ഇല്ല. ദാറ്റ് മീൻസ് മേലെ പറഞ്ഞ 115 BACയുടെ കേസൊക്കെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി വരാൻ ചാൻസ് ഉണ്ട്. സോ യു ഷുഡ് ടാക്സ് ലയബിലിറ്റി ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചറ പറ ചെയ്തിരിക്കണം. നോ വിത്തൗട്ട് എനി മേഴ്സി. ഒരുപാട് ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിന് ഞാൻ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രവി അഗർവാൾ സാറിൻ്റെ ഒരു കമ്പൈലർ ഉണ്ടായിരുന്നു, CA ഇന്റർ ടാക്സേഷൻ്റെ. DTയും IDTയും അമെൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഏകദേശം 1000 പേജസോളം ഉണ്ട്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പേഴ്സണലി എടുത്ത് പറയുകയാണ്, കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കമ്പൈലർ കണ്ടത് അതാണ്. സോ യു ക്യാൻ റെഫർ ദാറ്റ്. ഇഫ് എനിവൺ നിങ്ങൾ അടുത്തോ ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ, ഐ വിൽ സെൻഡ് ദാറ്റ്. സൂപ്പർ സാധനമായിരുന്നു. ഓക്കെ. സോ മാക്സിമം ടു മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ടാക്സിന് പോകാൻ. പ്രൊവിഷൻസ് പഠിച്ചിരിക്കണം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പ്രൊവിഷൻസ് പഠിക്കാൻ ഏറ്റവും എളുപ്പം ടാക്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. വെറുതെ വായിച്ച് പഠിക്കുന്നതിനേക്കാളും വായിക്കുക, ദെൻ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രൊവിഷൻസ് നമ്മളെ മൈൻഡിൽ നിൽക്കും. അതാണ് ടാക്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ടാക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക. പ്രൊവിഷൻ പഠിക്കുക, അതേ പ്രൊവിഷൻ പഠിച്ച ഉടനെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഉടനെ തന്നെ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ മൈൻഡിൽ സ്റ്റക്കായി അവിടെ നിൽക്കും, പിന്നെ ഒരു മറക്കലുണ്ടാവില്ല. ഓക്കെ. ഇനി സർചാർജിൻ്റെ കേസിൽ സർചാർജ് നമ്മളെ ഇൻഡിവിജ്വൽ HUF, BOI, AJP, AOA ഇവർക്കൊക്കെ അതർ ദാൻ കമ്പനീസ്. ദാറ്റ് മീൻസ് ഓൺലി കൺസിസ്റ്റിംഗ് ഓഫ് കമ്പനീസ് അതർ ദാൻ AOP ഓൺലി കൺസിസ്റ്റിംഗ് ഓഫ് കമ്പനീസ് ആസ് മെമ്പേഴ്സ്. ടോട്ടൽ ഇൻകം 50 lakh വരികയാണെങ്കിൽ നില്ല്, 50 lakh to 1 crore ആണെങ്കിൽ 10%, 1 crore to 2 crore ആണെങ്കിൽ 15%, ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ദാൻ 2 crore ആണെങ്കിൽ 25%. ഇത് ഡിഫോൾട്ട് ടാക്സ് റെജീമിൻ്റെ ആണ്. ഇവർക്ക് 37%ൻ്റെ സർചാർജ് ആപ്ലിക്കബിൾ അല്ല. 115 BAC MCQ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സർചാർജ് കാൽക്കുലേഷൻസിൻ്റെ വല്ല പ്രോബ്ലമോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. സർചാർജ് പ്രോബ്ലം ചിലപ്പം സർചാർജ് കാൽക്കുലേഷൻ ചെയ്യേണ്ട പ്രോബ്ലം ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാം ചിലപ്പോൾ. സോ അത് പ്രോപ്പർ പ്രാക്ടീസ് ചെയ്തിരിക്കണം. കാരണം വെച്ചാൽ കൺഫ്യൂഷൻ വരാം. അഥവാ സർചാർജിൻ്റെ കാൽക്കുലേഷൻ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാളും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മളെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ചെയ്താൽ മതി. നിങ്ങളുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ തന്നെ ചെയ്താൽ മതി, വേറെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്തത് റിബേറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും പറയുന്നത് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിബേറ്റിൽ ചേഞ്ചസ് ഉണ്ട്. ഒരു അടിപൊളി ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റും, റിബേറ്റ് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതിലുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്താണ് റിബേറ്റിലെ പ്രശ്നം?
റിബേറ്റ് രണ്ട് റെജീമിലും അവൈലബിൾ ആണ്. ഡിഫോൾട്ടിലും ഓപ്റ്റ് ടാക്സ് റെജീമിലും രണ്ട് റെജീമിലും റിബേറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ എമൗണ്ടുകളും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. ദാറ്റ് മീൻസ് ഒന്ന് റെസിഡൻ്റ് ആയിരിക്കണം. അതിപ്പോൾ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമേ റിബേറ്റ് കിട്ടുള്ളൂ, നോൺ റെസിഡൻറ്റിന് റിബേറ്റ് കിട്ടില്ല. പണ്ട് 5 lakhs ആയിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പോൾ ഓപ്റ്റൗട്ടിനും 5 lakh തന്നെയാണ്. ദാറ്റ് മീൻസ് 5 ലക്ഷം വരെ ടോട്ടൽ ഇൻകം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഡിഫോൾട്ട് ടാക്സ് 115 BAC 115 BAC ആണെങ്കിൽ 7 lakh വരെയാണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ എന്താണ് അത് ഓക്കെ, ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ എന്താണ് അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഇനി ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ പണ്ട് ഈ പറഞ്ഞ ഇപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം വരെ എങ്ങനെയാണ് സംഭവം? ദാറ്റ് മീൻസ് 5 ലക്ഷം ആയിരുന്നല്ലോ, കോമൺലി 5 ലക്ഷം ആയിരുന്നു. 5 ലക്ഷം വരെയുള്ളവർക്ക് റിബേറ്റ് ആണെന്ന് പറയുന്നത്. സപ്പോസ് അയാളുടെ ഇൻകം 5,01,000 5,02,000 ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റിബേറ്റേ കിട്ടൂല, തീരെ റിബേറ്റ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതിനൊരു മാറ്റം വരുത്തിയിട്ട് 115 BACക്ക് മാത്രം ഒരു ഓപ്ഷൻ കൊണ്ടുവന്ന് ദാറ്റ് മീൻസ് എക്സ്ട്രാ വരുന്നതിനും റിബേറ്റ് കൊടുക്കുന്നത്, ദാറ്റ് മീൻസ് ആ അഡ്ജസ്റ്റ്മെന്റ്സോട് കൂടി ഒരു റിബേറ്റ് തരുന്ന രീതിയാക്കി. ദാറ്റ് മീൻസ് എക്സ്ട്രാ ചെറുത് കൂടി എന്ന് വിചാരിച്ചിട്ട് റിബേറ്റ് മുടങ്ങി പോകുന്ന അവസ്ഥ ഇല്ല എന്നുള്ള രീതിയാക്കി. അതാണ് ഈ പറയുന്ന സാധനം, ക്വാണ്ടം ഓഫ് റിബേറ്റ്. ദിസ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഈ സാധനം. ഓക്കെ, കമ്മിങ് അറ്റംപ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലി അപ്ലിക്കബിൾ ടു 115 BACക്ക് മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആവുക, വേറെ ഉള്ളവർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ 115 BACൻ്റെ കാര്യത്തിൽ മാത്രം നോക്കിയാൽ മതി. ഇനി ഇവിടെ പറയുന്നത് എന്താ, ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 7 lakh. അപ്പോൾ 7 lakh എക്സീഡ് ചെയ്തിട്ടില്ല ടോട്ടൽ ഇൻകം. അങ്ങനെയാണെങ്കിൽ 100% ഓഫ് ടാക്സ്, എത്രയാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് അത്, അല്ലെങ്കിൽ 25,000. എന്താണ് 25,000? 7 lakhൻ്റെ ടാക്സ് ആണ് 25,000. അത് വിച്ച് എവർ ഈസ് ലോവർ വിൽ ബി റിബേറ്റ്. ദാറ്റ് മീൻസ് എത്രയാണോ ടാക്സ് ഒന്നും വരില്ല, ഒക്കെ റിബേറ്റിൽ പോകും. ഇനി സപ്പോസ് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്ത് 7 lakh എന്ന്, 7 lakh എന്ന് എക്സീഡ് ചെയ്ത് ഓക്കെ, അപ്പോൾ ഈ താഴെ പറയുന്ന സ്റ്റെപ്പ് ഇതേപോലെ ഫോളോ ചെയ്യുക. സെയിം ഇതേപോലെ ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ഒന്നും കൺസെപ്റ്റലി വേണമെങ്കിൽ നോക്കാം, എന്നാലും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ പക്കായിട്ട് കിട്ടും. ഒന്നെന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ഇൻകം എത്രയാണ് നോക്കുക, അതിൽ നിന്ന് ഈ 7 lakh മൈനസ് ചെയ്യാം. ദിസ് ഈസ് എ. ഓക്കെ, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 7 lakh മൈനസ് ചെയ്യാം. അടുത്തത് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ഇൻകം ടാക്സ് ലയബിലിറ്റി ഓൺ ടോട്ടൽ ഇൻകം. ആക്ച്വൽ ടോട്ടൽ ഇൻകം എത്തുമ്പോൾ സപ്പോസ് ടോട്ടൽ ഇൻകം 8 lakh ആണെങ്കിൽ 8 lakh നിന്ന് 7 lakh മൈനസ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് 1 1 lakh കിട്ടും. ദെൻ ഈ എന്ത് ചെയ്യുക, നമ്മളെ ഇൻകം ടാക്സ് ലയബിലിറ്റി ഈ ടോട്ടൽ ഇൻകത്തിന് 8 lakhൻ്റെ മുകളിൽ നോർമൽ 115 BACയിൽ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് 2 ആയി. ഇനി സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 1ഉം കമ്പയർ ചെയ്യാം. ദാറ്റ് മീൻസ് ഈ കിട്ടിയ ടാക്സ് ലയബിലിറ്റിയും ഈ പറഞ്ഞ സ്റ്റെപ്പ് 1ൽ കിട്ടിയ ഡിഫറൻസും തമ്മിൽ നോക്കി നോക്കുക. ഇഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എ, ദാറ്റ് മീൻസ് ഈ ടാക്സ് ലയബിലിറ്റി ആണ് ഗ്രേറ്റർ ദാൻ ഈ ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ റിബേറ്റ് എത്രയാണ്, ബി മൈനസ് എ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് റിബേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം, അങ്ങനെയാണ് സാറേ, അങ്ങനെയാണെങ്കിൽ ഇഫ് 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 ബി ഈസ് ലെസ് ദാൻ എ ആണെങ്കിലോ, ബി ഈസ് ലെസ് ദാൻ എ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ മക്കളെ നോ റിബേറ്റ് റിബേറ്റ് കിട്ടൂല. അപ്പൊ ബി ഈസ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിബേറ്റ് ഉള്ളത്. അത് എത്രയാണ് റിബേറ്റ് കിട്ടുക, ബി മൈനസ് എ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് റിബേറ്റ്. ചെയ്തു നോക്കുക. ഹൈലി ഞാൻ എടുത്ത് പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, ടോട്ടൽ ഇൻകം 7 lakh വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 115 BACയിൽ മാത്രമാണ് ഈ സിറ്റുവേഷൻ. ഓപ്റ്റൗട്ട് മറ്റേലില്ല, ഓപ്റ്റൗട്ടിൽ റെഗുലർ പ്രൊവിഷൻസിൽ ഇല്ല. അപ്പം അയാളുടെ ഇൻകം 7 lakh എക്സീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 100% ഓഫ് ടാക്സ് അല്ലെങ്കിൽ 25,000 വിച്ച് ഈസ് ലോവർ ഈസ് എക്സംപ്റ്റഡ്. ദാറ്റ് മീൻസ് ഫുള്ളി എക്സംപ്റ്റഡ്, ഫുള്ളി റിബേറ്റിൽ പോകും. എക്സംപ്റ്റഡ് എന്നല്ല, ഫുള്ളി റിബേറ്റഡ്. ടോട്ടൽ ഇൻകം 7 lakh എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക, എത്രയാണ് ഡിഫറൻസ്, ടോട്ടൽ ഇൻകം മൈനസ് 7 lakh എത്രയാണ് ഡിഫറൻസ്, അതാണ് എ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഈ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ജനറലി 115 BAC അനുസരിച്ച് ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ട് ഇഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഈ ബി മൈനസ് എ, എയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും. ബി ഈസ് ലെസ് ദാൻ എ ആണെങ്കിൽ നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും, ഒന്നും റിബേറ്റ് ആയിട്ട് കിട്ടുകയില്ല. ഓക്കെ, ഐ തിങ്ക് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അടുത്തത്, ഇത് നോർമലി നമുക്ക് അറിയുന്ന സാധനം തന്നെയാണ്. ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ 115 BACയിൽ നമുക്ക് എന്ത് കിട്ടൂല, കുറേ ഡിഡക്ഷൻസ് കിട്ടൂല. നോർമലി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇതൊക്കെ നോക്കി വെക്കുക. ഇതിലൊരു ഒരൊറ്റ ചേഞ്ച് ആൻഡ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്, അത് ഞാൻ പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ്, ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് ഈ പറഞ്ഞ ചേഞ്ച്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്താണ് ചേഞ്ച്, ഗ്രോസ് സാലറിന്ന്, ദാറ്റ് മീൻസ് 115 BACയിൽ മുമ്പൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടല്ലോ, അറിയുണ്ടാവും, സെക്ഷൻ 16 വരുന്ന സാധനമാണ്.
സെക്ഷൻ 16 എന്നല്ലേ, 16 തന്നെ. അപ്പം ആ സാധനം പണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് പണ്ട് എന്ത് കിട്ടൂല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടൂലായിരുന്നു 115 BAC. ഇപ്പം മുതൽ അത് കിട്ടും. ദാറ്റ് മീൻസ് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി ഈസ് നോട്ട് അവൈലബിൾ എക്സെപ്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ദാറ്റ് മീൻസ് അവിടെ പറഞ്ഞ് സാധാരണ കിട്ടുന്ന ഡിഡക്ഷൻ സെക്ഷൻ 16 ഒരുപാട് ഡിഡക്ഷൻസ് വേറെ ഉണ്ട്, അതൊന്നും കിട്ടൂല. പക്ഷെ ഒന്ന് മാത്രം എക്സെപ്റ്റ് ഏത് മാത്രം കിട്ടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് നൗ അവൈലബിൾ ഇൻ ബോത്ത് ടാക്സ് റെജിം. 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ലേ, രണ്ടിലും അവൈലബിൾ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇതെന്താ അറിയോ, ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ നമ്മളെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ടാക്സ് കമ്പ്യൂട്ടേഷനിലൊക്കെ തെറ്റും. കാരണം 115 BAC നമ്മൾ ഇപ്പോഴും പഴയ തന്നെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ 50,000 എടുക്കാതെ നമ്മൾ ചെയ്യും സാലറിൻ്റെ കേസിൽ. പക്ഷെ ഇവിടെ എന്താണ് 50,000 നമുക്ക് കുറക്കാം, രണ്ടിലും കുറക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഫോർ ബോത്ത്. ഓക്കെ ഓക്കെ. അടുത്തത് ഇതിൽ ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. അടുത്തതൊരു അമെൻമെന്റ് വന്നത് ചാപ്റ്റർ 6 ഡിഡക്ഷന് സാധാരണ അവൈലബിൾ അല്ലായിരുന്നു. അതിൽ 2 അവൈലബിൾ ആയിരുന്നു, 80 CCD സബ്സെക്ഷൻ 2ഉം 80 JJAA. പക്ഷെ അതിൻ്റെ കൂടെ ഒന്നും കൂടി കൊണ്ടുവന്ന് 80 CCH2. ഇത് പുതിയ സെക്ഷൻ ആണ്, ന്യൂ സെക്ഷൻ. വി വിൽ ലേൺ ഇൻ എവിടെ പഠിക്കും, ഡിഡക്ഷൻസിൽ അമെൻമെന്റിന്റെ കൂടെ നമ്മൾ പഠിക്കും. ന്യൂ സെക്ഷൻ ആണ്, ദിസ് ഈസ് ന്യൂ ഡിഡക്ഷൻ സെക്ഷൻ. വേറെ ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഡിഡക്ഷൻ ആണ്, അപ്പോൾ പഠിക്കാം. അഗ്നിവീർ അങ്ങനെ എന്താ അതിൻ്റെ പേര്. ഓക്കെ, സോ ന്യൂ സെക്ഷൻ വിൽ ലേൺ ദാറ്റ് ലേറ്റർ. അതും അവൈലബിൾ ആണ് 115 BAC. സാധാരണ ചാപ്റ്റർ 6 അവൈലബിൾ അല്ല, പക്ഷേ ഇതിൽ 3 അവൈലബിൾ ആണ്. ഇപ്പം ഏതൊക്കെയാണ്, 80 CCD സബ്സെക്ഷൻ 2, 80 CCA സബ്സെക്ഷൻ 2 ആൻഡ് 80 JJAA. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. ദെൻ ഇവിടെ അടുത്തൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉള്ള അടുത്ത സാധനം ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങളെ ഈ ലീവ് സാലറിയുടെ കേസിലുള്ള കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നോൺ ഗവൺമെന്റ് എംപ്ലോയിൻ്റെ കേസിൽ, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയിൻ്റെ കേസിലുള്ള കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ലീവ് എത്രയാണോ ക്യാഷ് ഇക്വലന്റ് ടു ദി ലീവ് ക്രെഡിറ്റഡ് ദി എംപ്ലോയി, ദാറ്റ് മീൻസ് വിച്ച് ഈസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, അതിൽ 10 ഇൻറ്റു ആവറേജ് സാലറി ഓഫ് 10 മന്ത് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് മുമ്പ് അവിടെ 3 lakh ആയിരുന്നു, ഇപ്പോൾ അത് 25 lakh ആക്കിയിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, ഹ്യൂജ് ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 lakh വെച്ച് ഇരിക്കരുത്. ഇപ്പോൾ 25 lakh ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. ബാക്കിയൊക്കെ സെയിം ആണ്. ആക്ച്വലി റിസീവ്ഡ് വിച്ച് ഈസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ലീവ് സാലറിയുടെ കേസിൽ സെക്ഷൻ 10AA സെക്ഷൻ 10AA ഓക്കെ 25 lakh ആക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇത് നമ്മളിപ്പോൾ സാലറിയിൽ എത്തിയിട്ടോ, സോറി ഞാനത് പറയാൻ വന്നു ഇങ്ങനെ പോവുകയായിരുന്നു. നമ്മൾ ബേസിക് കൺസെപ്റ്റ് മൊത്തം നേരത്തെ കഴിഞ്ഞു. ബേസിക് കൺസെപ്റ്റിൽ അമെൻമെന്റ് മൊത്തം പറഞ്ഞു. അതിൽ ഒന്ന് റിവ്യൂ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ് ആയിട്ട് ഞാൻ പറയുന്നത് റിബേറ്റിൻ്റെ പ്രൊവിഷൻ തന്നെയാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ പ്രൊവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അമെൻമെന്റ്. നമ്മൾ സാലറിയിൽ എത്തി. സാലറിയിൽ ഫസ്റ്റ് പറഞ്ഞത് ട്രീറ്റ്മെന്റ് ഓഫ് ലീവ് സാലറി ആയിരുന്നു. അതിൽ 25 lakh ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറഞ്ഞ്. പിന്നെ ഒരു എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു അഗ്നിവീർ കോർപ്പസ് ഫണ്ടാണ്. ഇത് നമുക്ക് ആ 80 CCH ഇല്ലേ, ആ കേസാണ്. അത് നമുക്ക് അപ്പം നോക്കുന്നതായിരിക്കും നല്ലത്. ദാറ്റ് മീൻസ് നമുക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷൻ്റെ കൂടെ നോക്കാം. ഓക്കെ, അപ്പം നോക്കാം. ഇനി സെക്ഷൻ 16 ഡിഡക്ഷൻ, നമ്മളെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കേസ് അഗൈൻ സാലറിയിൽ പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഇൻ ബോത്ത് ടാക്സ് റെജിം. ഓൾറെഡി നമ്മളത് പറഞ്ഞ്. മറ്റതൊന്നും അവൈലബിൾ അല്ല. ദാറ്റ് മീൻസ് പ്രൊഫഷണൽ ടാക്സും എന്റർടൈൻമെന്റ് അലവൻസ് ഒന്നും നമുക്ക് എന്ത് കിട്ടൂല, ഈ പറഞ്ഞ 115 BAC കിട്ടൂല. ഓൺലി ഓപ്റ്റ് ഔട്ട് ടാക്സ് റെജിമിൽ മാത്രമേ കിട്ടുള്ളൂ. അവൈലബിൾ ഓൺലി ഇൻ ഓപ്റ്റ് ഔട്ട് ടാക്സ് റെജിം. ഓക്കെ, അടുത്തത് ഞാൻ ഹ്യൂജ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും റെലവൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസ്. ഇത് പല ആൾക്കാർക്കും ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസ് എങ്ങനെയാണെന്നുള്ളത്. ഒരു അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുക്കുകയാണ് ഗവൺമെന്റ് എംപ്ലോയിക്കും അതർ ഗവൺമെന്റ് എംപ്ലോയിക്കും. നമ്മളെ പെർക്വിസിറ്റ്, ഇത് പെർക്വിസിറ്റ് ആണ്, അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. ദിസ് ഈസ് പെർക്വിസിറ്റ്. ഓക്കെ, പെർക്വിസിറ്റ് കേട്ടിട്ടുണ്ടാവും, പെർക്വിസിറ്റ് പഠിച്ചിട്ടുണ്ടാവും. റെന്റ് ഫ്രീ അക്കോമഡേഷൻ പെർക്വിസിറ്റ് കൊടുക്കൂലേ, പെർക്വിസിറ്റ്. ദിസ് ഈസ് പെർക്വിസിറ്റ്. ഓക്കെ, അതൊരു ഗവൺമെന്റ് എംപ്ലോയിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ ടാക്സിബിൾ വാല്യൂ കണക്കാക്കുന്നത്? ലൈസൻസ് ഫീ ഫിക്സഡ് ബൈ ദി ഗവൺമെന്റ്. ഓക്കെ, ലൈസൻസ് ഫീ ഫിക്സഡ് ബൈ ദി ഗവൺമെന്റ്. ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ് ഇവിടെ വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് അതർ എംപ്ലോയിന്റെ കേസിൽ, ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് ഓൺ അക്കോമഡേഷൻ ഉണ്ടാവും, അക്കോമഡേഷൻ ഹയർഡ് ബൈ ദി എംപ്ലോയർ ഉണ്ടാവും. ദാറ്റ് മീൻസ് എംപ്ലോയറുടെ തന്നെ ഓൺ അക്കോമഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എംപ്ലോയർ ദാറ്റ് മീൻസ് ഹയർ ചെയ്തതേക്കാരം അക്കോമഡേഷൻ. അപ്പോൾ ഇതിൽ ടാക്സിബിൾ വാല്യൂ കണക്കാക്കുന്നത്, അപ്പോൾ നമ്മൾ നോക്കണം ക്വസ്റ്റ്യനിൽ എംപ്ലോയീസ് ഓൺ അക്കോമഡേഷൻ ആണോ അല്ലെങ്കിൽ അക്കോമഡേഷൻ എംപ്ലോയർ ഹയർ ചെയ്താണോ, വേറെ ഹയർ ചെയ്തിട്ട് എടുത്തതാണോ എന്ന് നോക്കണം. ഓക്കെ, അവിടെ അപ്പോൾ എംപ്ലോയർ റെന്റ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എംപ്ലോയറുടെ ഓൺ അക്കോമഡേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ദാറ്റ് മീൻസ് എംപ്ലോയറുടെ ഓൺ ബിൽഡിംഗ് ആയിട്ട് കാര്യം കൊടുത്തിട്ടുണ്ടാവുക. മറ്റേത് എംപ്ലോയർ ഹയർ ചെയ്തിട്ട് റെന്റിന് എടുത്തിട്ട് കൊടുക്കായിരിക്കും.
അപ്പോൾ എംപ്ലോയർ ഓൺ അക്കോമഡേഷൻ ആണെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ബേസാണ് നോക്കുക. 1, 2, 3 കേസ്. ഓക്കെ, കളർ മാറ്റാം, കളർ പച്ച. ഓക്കെ, പോപ്പുലേഷൻ ലെസ് ദാൻ 15 lakh. ഇത് പണ്ട് എനിക്ക് തോന്നുന്നു 10 lakhന്റെ കേസ് ആയിരുന്നു. ഇപ്പോൾ അത് 15 lakh ആയിട്ടുണ്ട്. 10 lakh തന്നെ, ഐ തിങ്ക് 10 lakh. ഓക്കെ, അപ്പോൾ അത് 15 lakh ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 lakh ആണ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ 5% ഓഫ് സാലറി. പോപ്പുലേഷൻ 15 lakh ക്രോസ് ചെയ്ത് അപ് ടു 40 lakh ആണെങ്കിൽ 7.5% ഓഫ് സാലറി. ഗ്രേറ്റർ ദാൻ 40 lakh ആണെങ്കിൽ 10% ഓഫ് സാലറി. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ ലിമിറ്റ്. ഈ ലിമിറ്റുകളാണ് മാറിയത്. അമെൻമെൻറ്റ് വന്നത് ഈ ലിമിറ്റുകളാണ്. ഓക്കെ, ഈ ലിമിറ്റുകളാണ് അമെൻമെൻറ്റ് വന്നത്. അടുത്തത് അക്കോമഡേഷൻ ഹയർഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ ഹയർ ചെയ്ത കേസാണെന്നുണ്ടെങ്കിൽ റെന്റ് പെയ്ഡ് അല്ലെങ്കിൽ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ, റെന്റ് പെയ്ഡ് അല്ലെങ്കിൽ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ. ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ. ഇത് അമെൻമെൻ്റ് ആണ്, ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തത്, ഇത് ക്ലിക്ക് ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ഈ CII അറിയില്ലേ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഓക്കെ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ ഒരു മിക്സ്ചർ ആണെന്ന് പറയും. മിക്സ്ചർ അല്ല, അത് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കേസ്. എടാ, ഇത് ഏതിൽ മാത്രം അപ്ലിക്കബിൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഈസ് ഓൺഡ് ഓർ ടേക്കൺ ഓൺ ലീസ് ഓർ റെന്റ് ബൈ ദി എംപ്ലോയർ ആൻഡ് ദി സെയിം അക്കോമഡേഷൻ ഈസ് കണ്ടിന്യൂഡ് ടു പ്രൊവൈഡ് ടു ദി സെയിം. ഞാനിത് ആദ്യം ഒന്ന് നന്നായിട്ട് വായിക്കാം. ഓക്കെ, ഞാൻ മൊത്തം വായിച്ചിട്ടൊന്നുകൂടി വായിക്കാം. ഓക്കെ, വേർ ദി അക്കോമഡേഷൻ ഈസ്, ഞാൻ ഇങ്ങനെ പോയിന്റ് ചെയ്ത് വായിക്കാവേ. വേർ ദി അക്കോമഡേഷൻ ഈസ് ഓൺഡ് അല്ലെങ്കിൽ ഓർ ടേക്കൺ ഓൺ ലീസ് ഓർ ദി റെന്റ് ബൈ ദി എംപ്ലോയർ ആൻഡ് ദി സെയിം അക്കോമഡേഷൻ ഈസ് കണ്ടിന്യൂഡ് ടു പ്രൊവൈഡ് ടു ദി സെയിം എംപ്ലോയീസ് ഫോർ മോർ ദാൻ 1 previous year. അത് അണ്ടർലൈൻ ചെയ്ത് മോർ ദാൻ 1 previous year provided to same employees ആണ്. same employees more than 1 previous year. The value of perquisite is calculated shall not exceed. Value of perquisite, okay, shall not exceed for the first previous year. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈന് പോകുന്നു, നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് കാൽക്കുലേറ്റഡ് ഷാൾ നോട്ട് എക്സീഡ് okay, value of perquisite ratio of CII of previous year for which value is calculated and CII of previous year in which initially provided to the employee. മനസ്സിലായില്ല? മനസ്സിലാവാത്തവർ ഒന്നുകൂടി വായിക്കാൻ ഞാൻ പറയാം. എടാ, ഇത് ഇവിടെ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ഉദ്ദേശിക്കുന്നത് 2023-24 ദാറ്റ് മീൻസ് 2023-24 ഒരാൾക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്ത്, അപ്പം അതിൻ്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയാണെന്ന് മനസ്സിലായി. ദെൻ അന്ന് ആ 2023-24 ഒരു CII ഇല്ലേ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, ഐ തിങ്ക് 3 സംതിങ് അല്ലേ, 3 എത്രയാണ്, 348 അല്ലേ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 348. CII ഈസ് 348, 348 ഇൻ കേസ് ഓഫ് 2023-24 പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ ആ ബേസിൽ അവിടെ CII അവിടെ ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. 2023-24 നോർമൽ പ്രൊവിഷനിൽ നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ ടാക്സബിൾ വാല്യൂ കണ്ടെത്തി. സെയിം എംപ്ലോയി അതേപോലെ സെയിം, ദാറ്റ് മീൻസ് അടുത്ത വർഷം കേട്ടോ, സെയിം എംപ്ലോയിന് അതേ അക്കോമഡേഷൻ തന്നെ, സെയിം അക്കോമഡേഷൻ സെയിം എംപ്ലോയി അടുത്ത വർഷം കൊടുക്കണം, അതിൻ്റെ ശേഷമുള്ള വർഷം. ദാറ്റ് മീൻസ് 24-25 സെയിം രീതിയിൽ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ മേ ബി അവിടെ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കാം, പോപ്പുലേഷൻ മാറിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അവിടെ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സാലറി കൂടി, സാലറിൻ്റെ മുകളിൽ ഇതായിരിക്കാം, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മുകളിൽ പെർസെൻറ്റേജ് മാറിയതായിരിക്കാം. അപ്പോൾ ഡിഫറൻസുകൾ ഉണ്ടാകുമ്പോൾ 2023-24 24-25 എത്തിയപ്പോൾ ടാക്സബിൾ വാല്യൂ കൂടാം. അതാ പറഞ്ഞത്, കൂടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അക്കോർഡിംഗ് ടു 2023-24 CII അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ മാറ്റണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് CII ഓഫ് 2024-25 ഒരു 370 എന്തോ ആണെന്ന് തോന്നുന്നു, 71. ഓക്കെ, 371 ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോൾ ഇവിടെ നോക്കണേ, 23-24 23 അവിടെ എഴുതുന്നുണ്ട്, 23-24 24-25. ഓക്കെ, എനിക്ക് 23-24 കിട്ടിയ ടാക്സബിൾ വാല്യൂ എനിക്ക് ഒരു 70,000 ആണ് കൂട്ടാം. ഓക്കെ, 24-25 ആസ് പെർ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 90,000 കിട്ടുന്നത്, 90,000. ഓക്കെ, അപ്പോൾ 70,000 ആണ് 23-24, 24-25 90,000 ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സെയിം എന്താ പറയുക, എംപ്ലോയി ആണ്,
അതേപോലെ തന്നെ സെയിം എന്താ പറയുക അക്കോമഡേഷൻ ആണ്, ഒക്കെ സെയിം ആണ്. ടാക്സബിൾ വാല്യൂ ബൈ ഇൻ കേസ് എന്തോ മാറി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരോട് പറഞ്ഞ് ഇപ്പോൾ ഈ വർഷത്തെ CA എത്രയാണ്? 348 ഈ വർഷത്തെ എത്രയാണ്? 371. ഇപ്പോൾ 348 ഉള്ളപ്പോൾ 70,000 ആയിരുന്നെങ്കിൽ 371 ഉള്ളപ്പോൾ എത്ര ആയിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആ 90,000 90,000 അവിടെ എടുക്കണ്ട, 70,000 ബേസ് ആക്കി വെച്ചിട്ട് 70,000 ആയിരുന്നു 348 CA ആയപ്പോൾ. അപ്പോൾ CA 371 ആണെങ്കിൽ അക്കോർഡിംഗ്ലി 70,000 കൺവേർട്ട് ചെയ്തിട്ട് എത്രയാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള എടുത്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അത് എപ്പോൾ മാത്രം? എപ്പം മോർ ദാൻ 1 പ്രീവിയസ് ഇയർ വന്ന് അതും സെയിം എംപ്ലോയി ആണ്, സെയിം അക്കോമഡേഷൻ ആണെങ്കിൽ ആ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ 90,000 ടാക്സബിൾ വാല്യൂ ആവില്ല, അതിനെക്കാട്ടി കുറയും. ഒരു ഡിഡക്ഷൻ പോലെ കൊടുത്തൊരു സാധനമാണ്. ഓക്കെ, ഇത് ചില മെറ്റീരിയലിൽ ഈ പറഞ്ഞ സാധനം പറഞ്ഞിട്ടില്ല, ചില അമെൻമെൻറ്റ് മെറ്റീരിയൽ ഇത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ ഇനിയും ഇത് മനസ്സിലാവാത്തവർ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ. കൂടുതൽ നേരെ ഇതിൽ ഇരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ജസ്റ്റ് മെസ്സേജ് മീ, ഐ വിൽ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ഇൻ വാട്സപ്പ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് വരുന്നത് ഇതേപോലെ ഒരു വേറൊരു പ്രൊവിഷനാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല, കത്തുമെന്നറിയില്ല, എന്നാലും പറയാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. വെർ ദി അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ആൻ എംപ്ലോയി ഹു ഈസ് സർവിംഗ് ഓൺ ഡെപ്യൂട്ടേഷൻ വിത്ത് എനി ബോഡി ഓർ അണ്ടർടേക്കിംഗ് അണ്ടർ ദി കൺട്രോൾ ഓഫ് സച്ച് ഗവൺമെന്റ്. ദി എംപ്ലോയർ ഓഫ് സച്ച് എംപ്ലോയി ഷാൽ ബി ഡീംഡ് ടു ബി ദാറ്റ് ബോഡി ഓർ അണ്ടർടേക്കിംഗ് വെർ ദി എംപ്ലോയി സർവിംഗ് ഓൺ ഡെപ്യൂട്ടേഷൻ. ഇപ്പം ഒരു ഗവൺമെന്റ് എംപ്ലോയി ഡെപ്യൂട്ടേഷനിൽ വേറെ സ്ഥലത്ത് ജോലിക്ക് പോവാം, അതാണ് ഇവിടെ പറയുന്നത്. വേറൊരു സെയിം ഗവൺമെന്റ് സ്ഥാപനത്തിൽ തന്നെ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ഗവൺമെന്റ് ബോഡി തന്നെ ജോലിക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അവിടെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടും. അത് എന്താക്കി ട്രീറ്റ് ചെയ്താൽ മതി? ഇപ്പം ഇവിടുന്ന് ഡെപ്യൂട്ടേഷൻ ആയിട്ടായിരിക്കും വേറെ സ്ഥലത്തേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു ഗവൺമെന്റ് A എന്നുള്ള ഒരു ഗവൺമെന്റ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനി B എന്നുള്ള ഗവൺമെന്റ് കമ്പനി വേറെ ഉണ്ട്. അപ്പോൾ A എന്നുള്ള ഗവൺമെന്റ് കമ്പനിയിൽ MD ആയിരുന്നു അയാൾ, ഇവിടുന്ന് ഡെപ്യൂട്ടേഷൻ ആയിട്ട് B എന്നുള്ള ഗവൺമെന്റ് MDയിൽ MD ആയിട്ട് പോയി. അപ്പം B എന്നുള്ള ഗവൺമെന്റ് കമ്പനി എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? എംപ്ലോയർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അവിടുത്തെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആണിത്. ഇത് ഞാൻ പറയുന്നു എൻ്റെ ഒരു ആസ്പെക്റ്റിൽ ദിസ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, യു ക്യാൻ സ്കിപ്പ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് പെർക്വിസ് ഓഫ് സച്ച് അക്കോമഡേഷൻ ഷാൽ ബി എമൗണ്ട് കാൽക്കുലേറ്റഡ് ആസ് ഇഫ് ദി അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. ആ എംപ്ലോയറുടെ ഇതിലുള്ള രീതിയിലായിരിക്കും നമ്മളെ ഈ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, യു ക്യാൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. A ഇമ്പോർട്ടൻ്റ് ആണ്, B ഞാൻ മച്ച് ഇമ്പോർട്ടൻ്റ് പറയുന്നില്ല. യു ക്യാൻ ജസ്റ്റ് 1 2 തവണ ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, സോ സാലറിയിലെ പ്രൊവിഷൻസിലെ അമെൻമെന്റ്സ് കഴിഞ്ഞ് ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ് പറയാനുള്ളത്: 1 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കേസ്, 2 ഈ പറഞ്ഞ ലീവ് സാലറിയുടെ 25 ലാഖിൻ്റെ ലിമിറ്റ്, 3 ഈ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസ്. ഓക്കെ, അതിലെ പോപ്പുലേഷൻ മാറിയതിൻ്റെ കേസ്. അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ വലിയ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമെൻമെന്റ് ഇല്ല, അത് പഴയ തന്നെയാണ്. ദാറ്റ് മീൻസ് നോ ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. 24B അലൗ ചെയ്യൂല 115 BS മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, അത് സെൽഫ് ഒക്യുപ്പൈഡ് കേസിലാണെങ്കിൽ ഒന്നും അലൗ ചെയ്യില്ല. 115 BS 24B സെക്ഷൻ നോ ഡിഡക്ഷൻ. ഓക്കെ, മുമ്പും കഴിഞ്ഞ തവണ ഇത് ഉണ്ടായിട്ടാണ്. സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലും അൺഒക്യുപ്പൈഡ് ആണെങ്കിലും എന്തായാലും കിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ 115 BS ഞാൻ ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടല്ല, ഐ കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് എനി അതർ. ദാറ്റ് മീൻസ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എനിക്ക് 2 lakh വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? മറ്റ് ഇൻകവുമായിട്ട് അഗെയിൻസ്റ്റ് അതർ ഇൻകം. അപ്പോൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ചെയ്യാനേ പറ്റൂല 115 BS. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു സംശയമാണ്, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 115 BS എങ്ങനെ വരാമെന്നുള്ളത്. കാരണം ഇൻട്രസ്റ്റ് ഓൺ ലോൺ അലൗ ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വേറെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിൻ്റെ മാത്രം ഡൗട്ടാണോ എന്നറിയില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് വരണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കണ്ടേ, അല്ലെങ്കിൽ എക്സ്പെൻസ് അത്രയും കൂടിയ രീതിയിൽ വരുന്ന ഒരു ചാൻസ്, അങ്ങനെ ഒരു ചാൻസ് വരുമോ? റെസീറ്റിനെക്കാളും കൂടുതൽ എക്സ്പെൻസ് വന്നു എന്നുള്ള രീതിയിൽ വന്നിട്ട് അങ്ങനെ നോർമലി പ്രൊവിഷൻ കുറവാണ്. ദാറ്റ് മീൻസ് ജനറലി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് എന്നാണ് വരിക. ഇൻട്രസ്റ്റ് അലൗഡ് അല്ല ഓൾറെഡി. അങ്ങനെയാകുമ്പോൾ പിന്നെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്ന ചാൻസ് ഉണ്ടോ? വരികയാണെങ്കിൽ തന്നെ സെറ്റ് ഓഫ് നടത്തൂല, സമ്മതിക്കൂല. That's all about house property. And moving towards നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ഫോർ പ്രൊഫഷൻ. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് പ്രൊഫഷനിൽ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കിയുള്ളത് ഞാൻ മറ്റ് PDF എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇവിടെ ആദ്യം പറയുന്നത് 43A സെക്ഷൻ്റെ ഒരു കേസാണ്. വെരി സിമ്പിൾ ആണ്. ഇത് നോക്കുമ്പോൾ അങ്ങനെ കുറേ തോന്നുമെങ്കിലും ഇറ്റ്സ് റിയലി സിമ്പിൾ.
ഒന്ന് വേറെ അസസി, ഇത് എപ്പോഴാണ് ഇതിൻ്റെ 43A അപ്ലിക്കബിലിറ്റി? വേറെ അസസി ഹാസ് അക്വയർഡ് എനി അസറ്റ് ഫ്രം എ ഫോറിൻ കൺട്രി for the purpose of his business or profession and due to a change thereafter in the exchange rate of the two currencies involved. എടാ ഞാൻ പുറത്ത് ഫോറിൻ കറൻസിയിൽ, ഫോറിൻ കൺട്രിയിൽ നിന്നൊക്കെ ഞാൻ വല്ല അസറ്റ് ഇമ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു പേ ഇൻ ഫോറിൻ കറൻസി. സോ ഞാൻ ക്യാഷ് പർച്ചേസ് അല്ലാതെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, കറൻസി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. സോ അങ്ങനെ കറൻസി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ വാല്യൂ കൊടുക്കുന്നത് കൂടാൻ കുറയാം. അപ്പം അങ്ങനെ ആ ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി ലയബിലിറ്റി, ആ ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ അത് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് പേയ്മെന്റ് അത് ടുവേർഡ്സ് ദി പേയ്മെന്റ് ഓഫ് ഓൾ ഓഫ് ദി പാർട്ട് ഓഫ് ദി കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി എമൗണ്ട് ആയിരിക്കും. അതാണ് പറയുന്നത്. ആ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്. സിമ്പിൾ ആണ്. ഇതാണ് നമ്മളുടെ മെയിൻ പ്രൊവിഷൻ. ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിയിൽ എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും അഡീഷൻസോ ഡിലീഷൻസോ, ദാറ്റ് മീൻസ് ഇൻക്രീസ് ഓർ റിഡക്ഷൻ ഉണ്ടെങ്കിൽ ടു ബി അഡ്ജസ്റ്റഡ് വിത്ത് കോസ്റ്റ് ഓഫ് ദി അസറ്റ്, അസറ്റിന്റെ കോസ്റ്റുമായിട്ട്. അപ്പോൾ ഇത് മാത്രമാണ് നമ്മളെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ. ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി, ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതുപോലെ അതർ പോയിന്റ്സ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ലയബിലിറ്റി മെറ്റ് ചെയ്യുന്നത് അതർ പേഴ്സൺ ആണെങ്കിൽ, ദാറ്റ് മീൻസ് വല്ല സബ്സിഡി എല്ലാം കിട്ടി, ഗവൺമെന്റ് ഒരു സബ്സിഡി തന്നു, അങ്ങനെയാണെങ്കിൽ അത് മൈനസ് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ അത് കൺസിഡർ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതാണ് ലയബിലിറ്റി മെറ്റ് ബൈ അതർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി ഡിഡക്റ്റഡ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സബ്സിഡി. ഓക്കെ, ഇനി ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ആണെങ്കിലും സെയിം, ആ ഫ്ലക്ച്വേഷൻസ് എന്തെങ്കിലും കോസ്റ്റ് ഓഫ് അസറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള പേയ്മെന്റ്സ് ആണെങ്കിലും യു ക്യാൻ അഡ്ജസ്റ്റ് ദി കോസ്റ്റ്, ആ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് അസറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ബാലൻസ് പ്രൊവിഷൻ വിൽ ഡിസ്കസ് ഫ്രം അതർ, നമ്മളെ പൂജ മാമിന്റെ ഒക്കെ ഡിസ്കസ് ചെയ്യും. PGVP ലെട്ടോ, നമ്മൾ PGVP എത്തിട്ടോ. ഇതിലും എല്ലാ പ്രൊവിഷൻസും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ, ഇതിൽ ഭയങ്കര ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയൊക്കെ 25 ലാഖിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്. അതാ കണ്ടോ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇപ്പോൾ പ്രീവിയസിൽ 10 ലാഖിൻ്റെ കേസായിരുന്നു. 10 ലാഖ് യെസ് 10 ലാഖ് ടു 25 ആയിരുന്നു. അത് മാറിയിട്ടാണ് 15 to 40 above 40 ആയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ യൂസ് ബോത്ത്. PGVPന്റെ ഇതിൽ വരുന്ന ഒരു മെയിൻ പ്രൊവിഷൻ ന്യൂ ക്ലോസ് ആണ് 43B. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ മാർക്ക് ചെയ്യുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം. 43B നമ്മൾ പേയ്മെന്റ് അനുസരിച്ചുള്ള റിഡക്ഷൻ എടുക്കുന്ന പരിപാടി. ഓക്കെ, ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് അവിടെ ഒരു MSMEയുടെ കേസ് വന്നു. ആ പേയ്മെന്റ് ടു MSME ഈസ് ഇൻക്ലൂഡഡ് ഇൻ 43B. ഓക്കെ, MSME എന്താന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് MSME എന്താ നോക്കണം? വേണ്ട, MSME എന്താന്ന് കുറെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ എനി സം പേയബിൾ മീൻസ് അടക്കട്ടെ. ഓക്കെ, ടൈം ലിമിറ്റ് ഫോർ പേയ്മെന്റ് ഈസ് ആസ് ഫോളോസ്. ദാറ്റ് മീൻസ് ഞാൻ ഈ MSMEയിലോട്ട് വല്ല പേയ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ആ പേയ്മെന്റ് ജനറലി അവിടെ റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ സപ്ലയർ അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുക്കാനുള്ളത് MSMEക്കാണ്. അപ്പോൾ ആ പൈസ കൊടുക്കാനുള്ള റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടാവും. ഓക്കെ, ആ റിട്ടേൺ എഗ്രിമെന്റിൽ മാക്സിമം അലൗഡ് ആയിട്ടുള്ള ടൈം തന്നെ 45 days ആണ്. ദാറ്റ് മീൻസ് നോട്ട് എക്സീഡിങ് 45 days. ദാറ്റ് മീൻസ് 45 days എക്സീഡ് ചെയ്തിട്ടുള്ള റിട്ടേൺ എഗ്രിമെന്റ് പാടില്ല. സോ ജനറലി പേയ്മെന്റ് ടു എ MSME ക്യാൻ ബി പെയ്ഡ് വിത്തിൻ 45 days. റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ സേ 45 days. 30 days പറയാൻ പറ്റുമോ? യെസ് പറയാം. 45 days വരെ പറ്റും എന്നാണ് പറഞ്ഞത്. അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന് കുറഞ്ഞാലും പ്രശ്നമില്ല റിട്ടേൺ എഗ്രിമെന്റിൽ. റിട്ടേൺ എഗ്രിമെന്റ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ യു ഷുഡ് പേ വിത്തിൻ 15 days ഫ്രം ദി അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ് ആർ സർവീസ്. ഗുഡ്സ് ആർ സർവീസ് അക്സെപ്റ്റ് ചെയ്ത് വിത്തിൻ 15 days ഞാൻ പേയ്മെന്റ് MSMEക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി ഈ പേയ്മെന്റ് മേലെ പറഞ്ഞ ലിമിറ്റ് ഈ 45 daysന്റെയും 15 daysന്റെയും കണക്കിലാണ് ചെയ്തിരിക്കണമെങ്കിൽ ദെൻ ഇസ് ആൻ അലവബിൾ എക്സ്പെൻഡിച്ചർ. യു ക്യാൻ അലോ ദാറ്റ് എക്സ്പെൻഡിച്ചർ. ഡിഡക്ഷൻ അവൈലബിൾ ആണ്, കിട്ടും. അല്ലെങ്കിലോ, ഇഫ് പേയ്മെന്റ് ഇസ് നോട്ട് ഡൺ ആസ് പെർ ദി അബോവ് ലിമിറ്റ് ദെൻ എക്സ്പെൻഡിച്ചർ അലൗഡ് ഇൻ ഇയർ ഓഫ് പേയ്മെന്റ്. നമ്മളെ ശരിക്കും ഇൻട്രസ്റ്റ് പേയ്മെന്റ് അതേപോലെ തന്നെ. ഇപ്പം എൻ്റെ സപ്ലൈർ ഒരു MSME ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ MSMEക്ക് കറക്റ്റായിട്ട് പേയ്മെന്റ്, ദാറ്റ് മീൻസ് റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ വിത്തിൻ 45 days കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ കാൻ ഗെറ്റ് ദാറ്റ് എക്സ്പെൻഡിച്ചർ അലവബിൾ എക്സ്പെൻഡിച്ചർ അല്ല, എനിക്ക് ഡിഡക്ഷൻ കിട്ടൂല. ഇനി റിട്ടേൺ എഗ്രിമെന്റ് ഇല്ലാത്ത കേസാണെങ്കിൽ വിത്തിൻ 15 days ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ആ വർഷം കിട്ടില്ല. എപ്പോഴാണോ ഞാൻ ആ പേയ്മെന്റ് കൊടുക്കുന്നത് അപ്പോഴേ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നോട്ട് ഡൺ ആസ് പെർ ദി അബൌട്ട് ലിമിറ്റ് ദെൻ എക്സ്പെൻഡിച്ചർ ഇസ് അലൗഡ് ഇൻ ദ ഇയർ ഓഫ് പേയ്മെന്റ്. ഇയർ ഓഫ് പേയ്മെന്റിലെ പിന്നെ കിട്ടുള്ളൂ. എപ്പോഴാണോ ഞാൻ കൊടുക്കുന്നത് അപ്പോഴാണ് എനിക്ക് കിട്ടുക ഇയർ ഓഫ് പേയ്മെന്റ്. ഓക്കെ, സോ ടൈം ലിമിറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇനി ആരാണ് MSME എന്നുള്ളത് നോക്കാം. ആരാണ് ഈ MSME? In case of enterprises engaged in manufacture or production of goods pertaining to specified industries, that means micro enterprise ആണെങ്കിൽ where the investment in the plant and machinery is less than 25 lakh. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ആണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ലെസ് ദാൻ 25 lakh ആണെങ്കിൽ ഇറ്റ് ഈസ് മൈക്രോ. 25 to 5 crore ആണെങ്കിൽ സ്മോൾ എന്റർപ്രൈസ്.
ആൻഡ് ഇൻ കേസ് ഓഫ് പ്രൊവൈഡിങ് റെൻഡറിങ് സർവീസ്, ദാറ്റ് മീൻസ് മാനുഫാക്ചറിംഗ് ആണ് മേലെ പറഞ്ഞ റെൻഡറിങ് സർവീസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്യുപ്മെന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 lakhs ആണെങ്കിൽ മൈക്രോ, ആൻഡ് 10 lakh to 2 crore ആണെങ്കിൽ സ്മോൾ. മൈക്രോ ആൻഡ് സ്മോൾ മാത്രമല്ലേ ഇവിടെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് ഈ കേസ് യു മേ ഗെറ്റ് ആസ്ക്ഡ് ഇൻ MCQയിൽ വേണമെങ്കിൽ ചോദിക്കാം ഈ ലിമിറ്റ്. അപ്പം ഈ പറഞ്ഞ മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് പെർട്ടൈൻ ടു സ്പെസിഫൈഡ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അപ് ടു 25 lakh ആണെങ്കിൽ ഇറ്റ് ഈസ് മൈക്രോ. അപ് ടു 25 lakh എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 25 ഓർ ഈക്വൽ ടു 25, ഗ്രേറ്റർ ദാൻ 25 lakh അപ് ടു 5 crore ആണെങ്കിൽ സ്മോൾ എന്റർപ്രൈസ്. സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്യുപ്മെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 lakh മൈക്രോ, 10 lakh above അപ് ടു 2 crore സ്മോൾ എന്റർപ്രൈസ്. ഓക്കെ, MSMEയുടെ ഈ പ്രൊവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 45 days പഠിച്ചേക്കുക, 15 days പഠിച്ചേക്കുക. ദിസ് ഓൾ ആർ യു ക്യാൻ എക്സ്പെക്ട് ഇൻ MCQs, അല്ലെങ്കിൽ അല്ലാതുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും വേണമെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത പ്രശ്നം നമ്മളെ 44 AD ആൻഡ് ADA. നിങ്ങൾക്ക് അറിയാലോ നമ്മളെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ, ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ സാറേ? ഏകദേശം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ സെക്ഷൻ 44 ADയുടെ ബിസിനസ് ഇൻകം ലിമിറ്റ് പറയുന്നുണ്ട്. ഓക്കെ, ലിമിറ്റ് 2 crore ആണ്. നമുക്കറിയാം 44 AD നമ്മളെ ബിസിനസിന്റെ കേസിൽ 2 crore 8% വെച്ചിട്ട് ചെയ്യുന്നത്. അത് സംടൈംസ് 3 crore ആവും. എപ്പോഴാണ് 3 crore ആവുക? ക്യാഷ് റിസീപ്റ്റ്സ് അപ് ടു 5% ഓഫ് ടോട്ടൽ റിസീപ്റ്റ്സ് ആണെങ്കിൽ. ബട്ട് ടോട്ടൽ റിസീപ്റ്റ്സിന്റെ 5% ആണ് ക്യാഷ് റിസീപ്റ്റ്സ് എങ്കിൽ അത് ആ ലിമിറ്റ് എന്തായിരിക്കും? 3 crore ആയി കിട്ടും. ദാറ്റ് മീൻസ് 44 AD യു ക്യാൻ അപ്ലൈ അപ് ടു 3 crore ഇഫ് ഓൺലി ഇഫ് എപ്പോൾ നിങ്ങളുടെ ക്യാഷ് റിസീപ്റ്റ്സ്, നിങ്ങളുടെ ബിസിനസ്സിലെ ക്യാഷ് റിസീപ്റ്റ്സ് ടോട്ടൽ റിസീപ്റ്റ്സിന്റെ 5% താഴെയാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് സെക്ഷൻ 44 AD ഇവൻ ദോ 2 crore എക്സീഡ് ചെയ്താലും 3 crore വരെ നിങ്ങൾക്ക് ആ ലിമിറ്റ് കിട്ടും. സെയിം ഇൻ കേസ് ഓഫ് 44 AD നമ്മളെ പ്രൊഫഷണലിന്റെ കേസിൽ, പ്രൊഫഷണൽ റിസീപ്റ്റ്സിന്റെ കേസിൽ സാധാരണ ലിമിറ്റ് 50 lakh തന്നെയാണ്. അത് ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെയാണ് സംടൈംസ് 75 lakh ആവും. എപ്പോൾ ക്യാഷ് റിസീപ്റ്റ്സ് ഈസ് ലെസ് ദാൻ എന്താ പറയുക 5% ഓഫ് ടോട്ടൽ റിസീപ്റ്റ്സ് ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് 75 lakh. അപ്പോൾ ഈ ലിമിറ്റ് രണ്ടിനും അപ്ലിക്കബിൾ ആണ്. ഇത് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് 3 crore ആവും, 75 lakh ആവും. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത വരുന്നത് നമ്മളുടെ ടൈം ലിമിറ്റ് ഇൻ കേസ് ഓഫ് 35 DD നമ്മളെ പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് ഓവർ ദി ഇയേഴ്സ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ വരുന്നത് ഇതൊരു എക്സ്ട്രാ വന്നൊരു സാധനമാണ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഐ സേ ഓക്കെ, താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇവർ ഫർണിഷ് ചെയ്യണം. ഇങ്ങനെ ഓവർ ദി ഇയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഇങ്ങനെ എക്സ്പെൻസ് ഇങ്ങനെ അലൗ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെക്ഷൻ 35 D അനുസരിച്ച് അലൗ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് ഫിസിബിലിറ്റി റിപ്പോർട്ട് അവർ പ്രിപ്പയർ ചെയ്യണം. ഫിസിബിലിറ്റി തന്നെ സാധ്യത എന്താ അങ്ങനെ എന്തല്ലേ പറയാം, ഫിസിബിലിറ്റി റിപ്പോർട്ട്. പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 2 റിപ്പോർട്ടാണ്, ഫിസിബിലിറ്റി റിപ്പോർട്ടും പ്രൊജക്ട് റിപ്പോർട്ടും. ഓക്കെ, നമുക്ക് അത് മാത്രം മാർക്ക് ചെയ്യാം, ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫിസിബിലിറ്റി റിപ്പോർട്ടും അതേപോലെ പ്രൊജക്ട് റിപ്പോർട്ടും. കണ്ടക്ടിങ് മാർക്കറ്റ് സർവേ ഓർ എനി അതർ സർവേ നെസസറി ഫോർ ദി ബിസിനസ് ഓഫ് ദി അസസറി. സോ വി ക്യാൻ സിംപ്ലി സേ സർവേ നടത്തണം. Then engineering services related to assessor's business. Engineering services relating to assessor's business. അപ്പോൾ എന്തൊക്കെ? The assessee has to furnish statement containing particulars of expenditure in connection with. Okay, statement in connection with particulars of expenditure എന്തൊക്കെ അവർ കൊടുക്കണം? ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് ഫിസിബിലിറ്റി റിപ്പോർട്ട്. 2, പ്രൊജക്ട് റിപ്പോർട്ട്. കണ്ടക്ടിങ് എ സർവേ. ദെൻ എഞ്ചിനീയറിംഗ് സർവീസസ് റിലേറ്റഡ് ടു അസസീസ് ബിസിനസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് മച്ച് റെലവൻറ്റ്. ഒരു ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓർത്ത് വെക്കുക അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അത് മാത്രമല്ല, എക്സ്ട്രാ ഒരു അമെൻമെൻറ്റ് കൂടി ഉണ്ട് 35 Dയിൽ. ഇത് മേ ബി നിങ്ങൾക്ക് MCQയിൽ ചോദിക്കാം. റൂൾ 6ABBB 6ABBB 3B ആണ്. ടു പ്രിസ്ക്രൈബ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് എബവ് സ്പെസിഫൈഡ് എക്സ്പെൻഡിച്ചർ റിക്വയർഡ് ടു ഫർണിഷ്ഡ് 1 month പ്രയർ ടു ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം സ്പെസിഫൈഡ് അണ്ടർ 139(1). സെക്ഷൻ 139(1) അനുസരിച്ച് നമ്മളെ ഡ്യൂ ഡേറ്റിന്റെ തൊട്ട് 1 month ബിഫോർ, 1 ആണ് ഓർത്ത് വെക്കണേ, 1 month ആണ്, 1 month ബിഫോർ നമ്മൾ എന്ത് ചെയ്യണം? 6ABBB അനുസരിച്ച് ദിസ് സെക്ഷൻ ഈസ് ഓൾസോ, ദിസ് സെക്ഷൻ അല്ല റൂൾ, ദിസ് റൂൾ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. MCQ ഇട്ട് ചോദിക്കണം. ഈ അമെൻമെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എപ്പോഴും ചോദിക്കും, കൂടുതലായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിൽ ബി ഓൺ അമെൻമെന്റ്സ്. സോ അവർ ടെസ്റ്റ് ചെയ്യും നിങ്ങൾ അമെൻഡഡ് ആണോ. ഓക്കെ, സോ DT ആണെങ്കിൽ IDT ആണെങ്കിൽ അമെൻമെന്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 1 month ബിഫോർ അത് എന്ത് ചെയ്യണം? സ്പെസിഫൈഡ് എക്സ്പെൻഡിച്ചർ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി PGBP. Okay, then moving towards the capital gain. സെയിം സാധനങ്ങൾ നമ്മളുടെ ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. MSMEയുടെ കേസൊക്കെ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിനാണ് അത് യൂസ് ചെയ്തത്. ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ ഒരു നല്ല അടിപൊളി ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു നല്ല പുതിയ സാധനം എന്ന് പറയാം. നമ്മുടെ ഇപ്പം നമ്മൾ ഈ ടെക്നോളജിക്കനുസരിച്ചാണല്ലോ നമ്മൾ ഈ അമെൻമെൻറ്റ്സ് ഒക്കെ വരുത്തുന്നത്.
അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിനിൽ വന്ന ഒരു അമെൻമെന്റ് ആണ് ഈ ഗോൾഡ് ഇല്ലടാ, ഗോൾഡ്. ഈ ഗോൾഡ് നമ്മൾ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട്, ഇലക്ട്രോണിക് മാനറിലോട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് നമ്മൾ ഇലക്ട്രോണിക് മാനറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്കവിടെ ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പോൾ അവിടെ ചോദ്യം ഇത് ഇറ്റ് എസ് ട്രാൻസ്ഫർ എന്നാണ് ചോദ്യം. ഈ ഗോൾഡ് കൺവേർഷൻ ടു ഗോൾഡ്, ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇറ്റ് എ കൺവേർഷൻ? അത് ദാറ്റ് മീൻസ് അത് കൺവേർഷൻ അല്ല, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ട്രാൻസ്ഫർ അല്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർ. അപ്പം ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, കൺവേർഷൻ ഓഫ് ഗോൾഡ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് മാറ്റുന്നത് ഇലക്ട്രോണിക് ECR അല്ല, സോറി, EGC, ഇലക്ട്രോണിക് ഗോൾഡ് EGR. ഓക്കെ, EGR ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇത് ദിസ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർ. ഇത് ട്രാൻസ്ഫർ അല്ല, ദിസ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർ. ഫസ്റ്റ് ഓഫ് ഓൾ അത്. ഇനി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, അതാണ് ഇവിടെ പറഞ്ഞത് സെക്ഷൻ 247 അനുസരിച്ച് ഇറ്റ് ഇസ് നോട്ട് എ ട്രാൻസ്ഫർ എന്നുള്ളത്. ഇനി പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ആ ചോദിച്ചത്. ദാറ്റ് മീൻസ് ഈ കേസിൽ ഇപ്പം ചിലപ്പോൾ ഞാൻ ഗോൾഡ് എടുത്തിട്ട് ഈ ഗോൾഡ് റിസീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും, എന്നിട്ട് അവിടെ നിൽക്കണം ഞാൻ പിന്നെ വിൽക്കുന്നത്, റിസീറ്റ് ചെയ്യുന്ന ശേഷം ഞാൻ വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എങ്ങനെ കണ്ടെത്തുക? റിസീറ്റ് ആക്കിയതിന് ശേഷമുള്ള പീരിയഡ് ആണോ, ദെൻ ഗോൾഡ് പർച്ചേസ് ചെയ്ത മുതലുള്ള പീരിയഡ് ആയിട്ടോ കണക്കായിട്ട് ചെയ്യുക? എങ്ങനെ അത് കണക്കാക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഒന്നുകൂടി പറയാം. ഇപ്പം നമ്മൾ ഗോൾഡ് റിസീറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എങ്ങനെ? ദാറ്റ് മീൻസ് എന്നിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, ഗോൾഡ് ഞാൻ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന്റെ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് വാങ്ങിയ മുതലാണോ അതോ ഗോൾഡ് വാങ്ങിയ മുതലാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നേരെ ഓപ്പോസിറ്റ് വരാം. ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് എടുത്തിട്ട് ഞാൻ ഗോൾഡ് വാങ്ങി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് എടുത്ത അവിടെ മുതലാണോ അത് ഗോൾഡ് വാങ്ങിയ മുതലാണോ ഞാൻ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് ഗോൾഡ് ഞാൻ എടുത്ത് ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഐ ജസ്റ്റ് ബോട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആണ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്ന്? ഗോൾഡ് എന്നാണോ പർച്ചേസ് ചെയ്തത് അവിടെ മുതലാണ് പീരിയഡ് ഓഫ് ഹോൾഡിംഗ്. ഗോൾഡ് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ഏതാ? എന്നാണോ ഞാൻ ഗോൾഡ് പർച്ചേസ് ചെയ്തത് അന്ന്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ഞാൻ ഗോൾഡ് ആക്കി കൺവേർട്ട് ചെയ്ത് എന്നിട്ട് ഗോൾഡ് ഞാൻ വിറ്റ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ഗോൾഡ് ആക്കിയ മുതലല്ല, എന്ന് മുതലാണ്? ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് എന്നാണോ നിങ്ങൾ വാങ്ങിയത് അവിടെ മുതൽ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യും. ഐ തിങ്ക് യു ഗോട്ട് ദി ഐഡിയ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. where electronic gold receipt is issued by a vault manager in respect of gold deposit. Gold deposit അനുസരിച്ച് you got gold receipt. And that means conversion of gold into electronic gold receipt. The period for which such gold was held by SSC prior to conversion into the electronic gold receipt. The period for which such gold was held. എന്നാണ് ഗോൾഡ് ഹെൽഡ് ചെയ്തത്, ആ പീരിയഡ് മുതൽ കാൽക്കുലേറ്റ് ചെയ്യും പീരിയഡ് ഓഫ് ഹോൾഡിംഗ്. സെയിം കേസ് വേർ ദ ഗോൾഡ് ഈസ് റിലീസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ്. ദാറ്റ് മീൻസ് കൺവേർട്ടഡ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ഇൻ ടു ഗോൾഡ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ദ പീരിയഡ് ഓഫ് ഫോർ വിച്ച് സച്ച് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് വാസ് ഹെൽഡ് ബൈ ദി SSC. എന്ന് മുതലാണോ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ഹെൽഡ് ചെയ്ത് അത് മുതൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇറ്റ്സ് സിമ്പിൾ. ഇനി ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് അടുത്ത ചോദ്യം. ദാറ്റ് മീൻസ് ഇതിനി എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരിക എന്നുള്ളത്. അപ്പോൾ നോക്കാം. ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ഇഷ്യൂഡ് ബൈ എ വാൾട്ട് മാനേജർ ബിക്കം ദി പ്രോപ്പർട്ടി ഓഫ് ദി പേഴ്സൺ ആസ് കൺസിഡറേഷൻ ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് ഗോൾഡ്. ദ കോസ്റ്റ് ഓഫ് ഗോൾഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പേഴ്സൺ ഹൂസ് നെയിം ഗോൾഡ് റിസീറ്റ് ഈസ് ഇഷ്യൂഡ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഫോർ എന്ത്? നമ്മളെ ഗോൾഡിന്. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഗോൾഡിന്റെ വിലയാണോ അതോ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റിന്റെ ഇതാണോ കണക്കാക്കേണ്ടത്? ദാറ്റ് മീൻസ് ഗോൾഡിന്റെ വില നമ്മൾ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് കൺവേർട്ട് ചെയ്തു ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആക്കി. അപ്പം പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ഗോൾഡിന്റെ മുതൽ. അപ്പം അതേപോലെ തന്നെ അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരികയാണെങ്കിലും കോസ്റ്റ് ഓഫ് ഗോൾഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി പേഴ്സൺ ആണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇനി ഗോൾഡ് റിലീസ്ഡ് ഇൻ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് കൊടുത്ത് ഗോൾഡ് വാങ്ങി. അങ്ങനെയാണെങ്കിൽ സെയിം കോസ്റ്റ് ഓഫ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നോ അത് തന്നെയാണ് അതിന്റെ പീരിയഡ് ഓഫ് ഹോൾഡിങ്ങും കോസ്റ്റ് ഓഫ് അക്വിസിഷനും. ദാറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റേജ് ഇതിന്റെ ഗോൾഡ് ആയിരുന്നെങ്കിൽ ഗോൾഡ് എന്നാണ് വാങ്ങിച്ചത് അതാണ് പീരിയഡ് ഓഫ് ഹോൾഡിംഗ്. ദെൻ അതിന്റെ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദെൻ ഫസ്റ്റ് ഇതിന്റെ സ്റ്റേജ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിരുന്നെങ്കിൽ എന്നാണോ ആ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് വാങ്ങിയത് ആ പീരിയഡാണ് കണക്കാക്കുക പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ആയിട്ട്. ദെൻ അതിന്റെ കോസ്റ്റ് ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റിന്റെ കോസ്റ്റ് എന്താണോ അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദാറ്റ്സ് ഓൾ. ഇത്
ഐഡിയ കിട്ടാത്തവർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ്. ഓക്കെ, അടുത്തത് നമുക്ക് ഇത്രയും കൂടി പറയാനുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഗെയിൻ തീരാനായി. എടാ അടുത്തത് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ വന്നതാണ് 50AA സ്പെഷ്യൽ പ്രൊവിഷൻ സ്പെസിഫിക്കലി ടു ദിസ് 2 ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ 50AA ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു താഴെ പറഞ്ഞ 2 ക്യാപിറ്റൽ അസറ്റിനാണ് ഈ പറഞ്ഞ 50AA അപ്ലിക്കബിൾ. ഓക്കെ, ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ്? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സംഭവം സിമ്പിളാണ്. പുതിയ വന്ന സെക്ഷൻ ആണെങ്കിലും ഇറ്റ് സിമ്പിൾ. എടാ, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഒന്ന് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്. അത് മാത്രം പോലെ അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2023. എന്താണ് സെക്ഷൻ 50AA ഈസ് അപ്ലിക്കബിൾ ടു സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2023. അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ഏതാ? മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ. അപ്പോൾ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഓൺ ഓർ ആഫ്റ്റർ മീൻസ് അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2023 അല്ലെങ്കിൽ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചറോ, ഇവർ രണ്ടിനും അപ്ലിക്കബിൾ ആവുക. അപ്ലിക്കബിലിറ്റി. ഓക്കെ. ഇനി എന്താണ് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ? സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മ്യൂച്വൽ ഫണ്ട് വേർ നോട്ട് മോർ ദാൻ 35% ഓഫ് ടോട്ടൽ പ്രൊസീഡ്സ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദി ഇക്വിറ്റി ഷെയർ ഓഫ് ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ, ദാറ്റ് മീൻസ് മോർ ദാൻ 35% ടോട്ടൽ പ്രൊസീഡ്സും മോർ ദാൻ 35% എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനിയിൽ പ്രൊസീഡ്സ് മീൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? എ മ്യൂച്വൽ ഫണ്ട് വേർ നോട്ട് മോർ ദാൻ 35% ഓഫ്, നോട്ട് മോർ ദാൻ ആണ്, മോർ ദാൻ 35 അല്ല കേട്ടോ, സോറി, നോട്ട് മോർ ദാൻ 35%, നോട്ട് മോർ ദാൻ ആണ്, സോറി, ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇത് മാറിപ്പോയി. നോട്ട് മോർ ദാൻ 35% ഓഫ് ടോട്ടൽ പ്രൊസീഡ്സ്. 35% കൂടുതൽ ഇഷ്യൂ ചെയ്തിട്ടില്ല, നോട്ട് മോർ ദാൻ 35% ഓഫ് ടോട്ടൽ പ്രൊസീഡ്സ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയിൽ 35% അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ടോട്ടൽ പ്രൊസീഡ്സിൻ്റെ, അതിൻ്റെ താഴെ ഉള്ളൂ എങ്കിൽ. ഇനി ഈ 35% കണക്കാക്കുന്നത് എങ്ങനെയാണ്? അതവിടെ പറഞ്ഞത് ആനുവൽ ആവറേജ് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ദാറ്റ് മീൻസ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ ഡെയിലി മാറ്റങ്ങൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഡെയിലി ബേസിലാണ് പെർസെൻറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ റെസ്പെക്ട് ഓഫ് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഷാൽ ബി കമ്പ്യൂട്ടർ ആവറേജ് ഡെയിലി ക്ലോസിംഗ് ഫിഗേഴ്സിൻ്റെ ആനുവൽ ആവറേജ് ഫിഗർ. ജസ്റ്റ് ഡെയിലി ബേസിസിലുള്ളതിൻ്റെ ആനുവൽ ആവറേജ് മീൻസ് ടോട്ടൽ 5 ഒരു 365 ദിവസമാണെങ്കിൽ 365 ദിവസത്തിൻ്റെ പെർസെൻറ്റേജ് എടുക്കുക ഡിവൈഡ് ബൈ 365 കൂട്ടി ഡിവൈഡ് ബൈ 365 ആനുവൽ ആവറേജ് ബേസിലാണ് എടുക്കുക ഈ പറഞ്ഞ 35%ൻ്റെ കാൽക്കുലേഷൻ നോക്കുന്നത്. 35% ആണോ അല്ലേ എന്ന്. ദാറ്റ് മീൻസ് ആ പെർസെൻറ്റേജ് കണക്കാക്കുന്നത് ആനുവൽ ആവറേജ് ഓഫ് ഡെയിലി ക്ലോസിംഗ് ഫിഗേഴ്സ് അനുസരിച്ചായിരിക്കും. അപ്പോൾ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മോർ ദാൻ 35% ഓഫ് ടോട്ടൽ പ്രൊസീഡ്സ് ഇറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി. ഓക്കെ, അടുത്തത് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ. അപ്പോൾ ഈ 2 അസറ്റിന് മാത്രമേ 50AA അപ്ലിക്കബിൾ ഉള്ളൂ. അടുത്തത് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ ആണ്. മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പക്ക ഈ പേര് തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് മാർക്കറ്റ് ലിങ്ക്ഡ്. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഇത് ഭയങ്കരമായിട്ട് മാറും. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡിബഞ്ചറും ഇൻക്രീസ് ചെയ്യും, മാർക്കറ്റ് ഡിക്രീസ് ചെയ്താൽ ഡിബഞ്ചറും ഡിക്രീസ് ചെയ്യും, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്, അതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ വേർ ദ അണ്ടർലൈങ് പ്രിൻസിപ്പൽ കോമ്പണന്റ് ഡെപ്റ്റ് സെക്യൂരിറ്റി ആയിരിക്കും ഡിബഞ്ചർ അല്ലേ. ദെൻ വേർ ദ റിട്ടേൺസ് ആർ ലിങ്ക്ഡ് ടു മാർക്കറ്റ് റിട്ടേൺസ് ഓൺ അണ്ടർലൈങ് സെക്യൂരിറ്റീസ്. മാർക്കറ്റ് റിട്ടേൺസ് അനുസരിച്ചാണ് ഇതിൻ്റെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ക്ലാസ് സെക്യൂരിറ്റി ക്ലാസിഫൈഡ് റെഗുലേറ്റഡ് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ ബൈ ദി സെബി ലിങ്ക് ചെയ്തനുസരിച്ച്. അപ്പോൾ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ ഈസ് പ്രിൻസിപ്പൽ കോമ്പണന്റ് ഡെറ്റ് ആണ് ആൻഡ് മാർക്കറ്റ് റിട്ടേൺസിനെ ലിങ്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ എടുക്കുന്നത്. ഇനി ഇത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? വെദർ ഇറ്റ് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ഓർ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്, എപ്പോഴും ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ആണ്. STCA ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ആണ്. സോ സെക്ഷൻ 50A will have overriding effect in spite of anything contained in section 242 AML Act. Short term capital means asset in the classification, which defines a short term capital asset. Accordingly, capital arising from the transfer or redemption of maturity of special owner after will be deemed as short term capital gain and chargeable to normal tax rate. Very important. Short term capital gain and normal tax rate are applicable. So
സെക്ഷൻ 50AA സെപ്പറേറ്റ് കൊണ്ടുവരാനുള്ള കാരണം എന്തായിരിക്കും? ദിസ് ഈസ് എൻ ഓവർ റൈഡിങ് ഒരു ക്ലോസ് ആണ്. ദാറ്റ് മീൻസ് ഇത് എപ്പോഴും ഈ രണ്ട് അസറ്റ് എപ്പോഴും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ രണ്ട് അസറ്റ്? സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് അക്വേർഡ് ഓൺ ഓർ ബിഫോർ 1/4/2000 ഓണർ ആഫ്റ്റർ 1/4/2023 അല്ലെങ്കിൽ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ. ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും വരിക, നോർമൽ ടാക്സ് റേറ്റിലായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ? എങ്ങനെയാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഒന്നുമില്ല, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുക. ദാറ്റ് മീൻസ് ടോട്ടൽ കൺസിഡറേഷൻ എടുക്കുക. ഓർ ആൻഡ് ഇറ്റ് ഈസ് എന്താ പറയുക, reduced by cost of acquisition of the debenture or the unit and expenditure incurred wholly and exclusively in connection with such a transfer. അപ്പോൾ full value of consideration minus cost of acquisition and expenditure incurred fully in connection with, exclusively in connection with the transfer, അതാണ് capital gain. And no deduction will be allowed in computing income chargeable under capital in respect of any sum paid on STT. Securities transaction tax നമുക്ക് reduce ചെയ്യാൻ പറ്റൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 50AA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ടു ഡിബഞ്ചർ അല്ല, ടു ക്യാപിറ്റൽ അസറ്റ്. ഒന്ന് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് അക്വേർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2023 ആൻഡ് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ. ഇതിന് എപ്പോഴും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? STCA. ദാറ്റ് മീൻസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദെർഫോർ ഇറ്റ് വിൽ ബി ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ആൻഡ് ഇറ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ നോർമൽ ടാക്സ് റേറ്റ്സ്. കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്? ക്യാപിറ്റൽ ഗെയിൻ്റെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഡിബ് എത്രയാണോ അത് ലെസ് എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂസീവ്ലി ഓൺ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ. ആൻഡ് ഇവിടെ ഇതാണെങ്കിൽ നമുക്ക് എഴുതണോ? ഇതാണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് എക്സ്പെൻഡിച്ചർ, അതാണ് ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് ദിസ് ക്യാപിറ്റൽ ഗെയിൻ വിൽ ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇറ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ നോർമൽ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നോർമൽ ടാക്സ് തന്നെ ചെയ്യാം, നോർമൽ ടാക്സ് റേറ്റ്. ഇവിടെ ഈ കേസിൽ നോർമൽ ടാക്സ് റേറ്റിലാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞു. പിന്നെ എന്താണ് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്? 35%. അത് നമ്മളെ MCQ പ്രതീക്ഷിക്കാം. നോട്ട് മോർ ദാൻ 35% ടോട്ടൽ പ്രൊസീഡ് ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റി ഓഫ് ഷെയർ മാർക്കറ്റ് ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്. ആൻഡ് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇൻ ലാസ്റ്റ് ക്യാപിറ്റൽ ഗെയിനിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് വരുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മേലെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഞാൻ ഇതിൽ സ്പെസിഫിക്കലി ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. കാതുകൾ കൂർപ്പിച്ചിരിക്കുക, നമ്മൾ പറയുകയാണ്. ദെൻ നമ്മളെ സെക്ഷൻ 54, നമ്മളെ എക്സംഷൻ സെക്ഷൻ ഇല്ലേ, ഇവിടെ ഇത് സ്പെസിഫിക്കലി റിലേറ്റഡ് ടു ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമാണ്. നമ്മൾ CGAS, നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഇൻവെസ്റ്റ് ചെയ്യില്ലേ അത്. അപ്പോൾ സെക്ഷൻ 54, 54BA, 54DA, 54F ഇതിലൊക്കെ നമുക്ക് എക്സംഷൻ കിട്ടും. വെദർ വിൽ ഇൻവെസ്റ്റ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ഓക്കെ, is exempt to the extent of investment of such a gain അല്ലെങ്കിൽ നെറ്റ് കൺസിഡറേഷൻ. 54Fൽ നെറ്റ് കൺസിഡറേഷൻ ആണ് നോക്കുക, ബാക്കിയുള്ളതിലൊക്കെ നമ്മളെ ഗെയിനിൻ്റെ കണക്കാണ് നോക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നത് 54Fൽ എത്രയാണോ നെറ്റ് കൺസിഡറേഷൻ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഡിഡക്ഷൻ. മറ്റേലൊക്കെ എത്രയാണോ ഗെയിൻ വരുന്നത് അത് അത്രയും എമൗണ്ട് ടോപ്പ് പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഡിഡക്ഷൻ, എക്സംഷൻ. And in specified asset within the specified time is such a specified asset within specified time. Okay, if such an investment is not made before the date of filing of return of income, then capital gain or net consideration have to be deposited under net consideration in case of okay, this is എപ്പോൾ ഫയൽ ചെയ്യണം? മീൻസ് ബിഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺ മുമ്പെയാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഹവർ നമ്മളെ പ്രൊവിഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. അമെൻമെന്റ്, ദ ക്യാപിറ്റൽ ഗെയിൻ ഇൻ എക്സസ് ഓഫ് 10 crore വുഡ് നോട്ട് ബി taken into account for the purpose of deposit in the, ഞാനത് വേറെ കളറിൽ മാർക്ക് ചെയ്യാം, ദാറ്റ്സ് ബെറ്റർ. നമ്മൾ മെയിൻ പ്രൊവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ദാറ്റ് മീൻസ് ദ ക്യാപിറ്റൽ ഗെയിൻ, അത് കാണുന്നില്ലല്ലോ, വേറെ കളർ റെഡ്. ഓക്കെ, ഇൻ ക്യാപിറ്റൽ ഇത് എവിടെ നിന്നാണ് വരുന്നേ? ഇതാ ഇവിടെ ശ്രദ്ധിക്കുക. The capital gain in excess of 10 crore would not be taken into account for the purpose of deposit in CGAS in case of section 54, and the net consideration in excess of 10 crore would not be taken into account for the purpose of deposit in CGAS in case of 54F. That means capital gain account scheme limit ചെയ്ത് 10 crore വരെ. ശരിയല്ലേ? അതല്ലേ പറഞ്ഞത്. ദാറ്റ് മീൻസ് അപ് ടു 10 crore വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനപ്പുറം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ 54F ആണെങ്കിൽ നെറ്റ് കൺസിഡറേഷൻ്റെ 10 crore, മറ്റേതാണെങ്കിൽ ലോങ് ക്യാപിറ്റൽ ഗെയിൻ്റെ 10 crore വരെ. ദാറ്റ് മീൻസ് അതിൻ്റെ അബവ് ഉണ്ടെങ്കിൽ എക്സംഷൻ കിട്ടൂല. ദാറ്റ് മീൻസ് അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് ലിമിറ്റ് ചെയ്ത്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഈസ് ലിമിറ്റഡ് അപ് ടു 10 crore. MCQലും വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനിൽ
will influence this thing will be get influenced. It's highly important. And last the provision is already order provision ആണ്, not much. It's not a new provision. That means ഇതല്ല. In case of assessee exercise option of shifting out of default tax regime under 115 BAC, enhanced surcharge of 25% would not be levied on dividend income STCG. That means ഈ സർചാർജ് എൻഹാൻസ്ഡ് സർചാർജ് ഏതൊക്കെ അപ്ലിക്കബിൾ അല്ല മുമ്പേ ഉണ്ടത് ഡിവിഡൻഡ് ഇൻകത്തിന് STCG ടാക്സബിൾ അണ്ടർ 11A, LTCG ടാക്സബിൾ അണ്ടർ 112 ആൻഡ് 112A. ഈ കേസിന് സർചാർജ് എൻഹാൻസ്ഡ് കൂടിയ സർചാർജ് 25%, 37% would not be applicable. ഓക്കെ, ഡിഫോൾട്ട് ടാക്സ് റെജീം ആണെങ്കിൽ എൻഹാൻസ്ഡ് സർചാർജ് would not be levied. അതിന് താഴെ പറഞ്ഞാണ് എൻ്റെ കോമൺ പോയിന്റ്. ദിസ് വൺ ഡിഫോൾട്ട് ടാക്സ് റെജീം ആണെങ്കിൽ 25% ചിലപ്പോൾ എന്തായാലും ക്ലെയിം വരില്ല. ഇവിടെ പറഞ്ഞത് നോർമൽ ടാക്സ് റെജീം ആണെങ്കിൽ ഈ STCG ഡിവിഡൻഡ് ഇൻകം LTCG അണ്ടർ 112 ആൻഡ് 112A ആണെങ്കിൽ 25%, 37% സർചാർജ് അവർക്ക് അപ്ലിക്കബിൾ അല്ല. എങ്ങനെയാണ് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. ദാറ്റ് മീൻസ് ഡിഫോൾട്ട് ടാക്സ് റെജീമിന് 25% അബോവ് ഉള്ള എന്തില്ല, സർചാർജ് ഇല്ല. ദാറ്റ് മീൻസ് ഇനി മറ്റേ സാധാ നോർമൽ കേസാണെന്നുണ്ടെങ്കിൽ LTCG, അതെ LTCG ഏത് 112 ആൻഡ് 112A, ഡിവിഡൻഡ് ഇൻകം STCG 11A, 111A, അങ്ങനെ ഒരു കേസിൽ എന്തില്ല, ഈ ഇൻകത്തിന്റെ കേസിൽ എന്തില്ല, സർചാർജ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ 25%, 37% അപ്ലിക്കബിൾ അല്ല. അതിന്റെ താഴെയുള്ള സർചാർജ് അപ്ലിക്കബിൾ. ദാറ്റ്സ് ഓൾ. സോ ദാറ്റ്സ് ഓൾ. So that's all. നമുക്കുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ദിസ് ഈസ് എൻ ഹ്യൂജ് ഇമ്പാക്ട് ആൻഡ് കുറേ നോക്കാനുണ്ടത്. വിൽ ടേക്ക് ഇൻ അനദർ പാർട്ട്. അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കാരണം ലെങ്തി ആയി പോകും, ഇനിയും ബോറടിക്കും. സോ ഇതുവരെ നോക്കുക. നമുക്ക് ഉടനെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആൻഡ് കമൻറ്റ് യുവർ സജഷൻസ്, എങ്ങനെ ഉണ്ട് ക്ലാസ്സസ് ഉള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇൻട്രാക്ട് വിത്ത് മീ, എനിക്ക് കമൻറ്റിലൂടെ ഇൻട്രാക്ട് ചെയ്യുക. ഓർ യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ് മീ. ഐ വിൽ നമ്പർ ഇല്ലാത്തവർ ഞാൻ നമ്പർ ഒന്നുകൂടെ തരാം. 8943 അയ്യോ മര്യാദക്ക് എഴുതാൻ പറ്റുന്നില്ല, ഞാൻ ഒന്നും കൂടി എഴുതാം, ശ്രദ്ധിച്ചോ. 8943081450. You can contact in this number. ഫീഡ്ബാക്സ് പറയാം ആൻഡ് ഡൗട്ട്സ് ചോദിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അഡീഷണലി വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ ആൻഡ് യു ക്യാൻ ടോക്ക് വിത്ത് മീ ഇഫ് എനി ഇഷ്യൂസ് ഇൻ സ്റ്റഡീസ്. എന്തെങ്കിലും പ്രശ്നസ് ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തൊക്കെ തോൽക്കുന്നുള്ള പേടി, അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനുള്ള ടിപ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് വിത്ത് മീ. ജസ്റ്റ് വി ക്യാൻ സംസാരിച്ച് നമുക്കത് തീർക്കാം. ഐ എം എ ഗുഡ് ലിസണർ ടു. ആൻഡ് അല്ല, കുറേ കുട്ടികൾ അങ്ങനെ വിളിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ക്യാൻ ടോക്ക് വിത്ത് മീ ഓർ എൽസ് യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ് മീ എനി ഫീഡ്ബാക്സ്, ക്വറീസ്, ഡൗട്ട്സ്, എന്തെങ്കിലും കമൻറ്റ്, ആൻഡ് ഓൾവേസ് അവൈലബിൾ ഫോർ യു. ആൻഡ് സ്റ്റഡി വെൽ. അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അടുത്ത പാർട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ബൈ, ബൈ ബൈ.